ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 3-ൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കിടക്കാം. അതായത് റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് n എലമെൻറ്റ്സ് ഇൻ ആൻ അറേ. അതിനുശേഷം നമുക്ക് ഒരു എലമെൻറ്റ് സെർച്ച് ചെയ്യണം. ആ എലമെൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്യണം. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ ഡാനിയ. ഓക്കെ, ഇത് എപ്പോഴാണ് കണ്ടത്? ശരി, ഇവിടെ നോക്കട്ടെ, ശ്രദ്ധിക്കാം. ആദ്യം എന്ത് ചെയ്യണം? എലമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. നമുക്ക് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h void main. ആദ്യം ഞാനൊരു അറേ ഡിക്ലെയർ ചെയ്തു. ഒരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. ഐ ലിമിറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് n വേണം. ബാക്കി ഞാൻ പിന്നെ എഴുതാം. സോ തൽക്കാലത്തേക്കിന് സെമിക്കോളം കൊടുക്കുന്നില്ല. സോ പ്രിൻ്റ് ഓഫ് എൻ്റർ ദ ലിമിറ്റ്. അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാൻഎഫ് ഉപയോഗിക്കുന്നു. സ്കാൻഎഫ് %d എവിടെ സ്റ്റോർ ചെയ്യണു? n എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യണം. ഇനി ഞാൻ ഫോർ i is equal to 0. എന്തുകൊണ്ടാണ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണേ? അറേയുടെ ഇൻഡെക്സസ് ഈ സ്റ്റാർട്ടിങ് ഫ്രം 0. സോ i ലെസ് ദാൻ n, i++. ഓരോ തവണയും നമ്മൾ ചോദിക്കുക. എന്ത് ചോദിക്കുക? എൻ്റർ ദ നമ്പർ എന്ന് ചോദിക്കുക. എൻ്റർ ദ നമ്പർ. അപ്പം എന്ത് ചെയ്യുക? സ്കാൻഎഫ് %d എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? a(i)ലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. a(i)ലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇത്രയും സാധനങ്ങളായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു അറേ എലമെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്തു. ഒരു അറേയിൽ എലമെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്തു. ഇതെല്ലാം ഇതുവരെ ഞാൻ ഏത് അറേയുടെ പ്രോഗ്രാം വന്നാലും, 1 ഡയമെൻഷണൽ അറേയുടെ പ്രോഗ്രാം വന്നാലും ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കുക. ഞാൻ ചോദിക്കുകയാണ് പ്രിൻ്റ് ഓഫ് എൻ്റർ ദ നമ്പർ ടു ബി സെർച്ച്ഡ്. നിങ്ങൾ ഏത് ഒരു നമ്പർ ഏതാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടത് അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ നമ്പറിന് എസ് നമ്പറിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് വിളിക്കുക. ഞാൻ തൽക്കാലം കീ എന്ന് വിളിക്കാം. കീ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലാഗ് ഉണ്ട്. ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യണം. ആദ്യം 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യണ നമ്പർ റീഡ് ചെയ്യണം. അപ്പോൾ സ്കാൻഎഫ് %d എവിടെ ഞാൻ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു? കീ എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഏത് എലമെൻ്റാണ് സെർച്ച് ചെയ്യേണ്ടത് അത് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു? കീയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഓക്കെ രവി, താങ്ക് യു. ശരി, ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ശരി. ഇതൊന്നുമില്ല ലവി, ഞാനിപ്പോഴാണ് പറഞ്ഞ ഒരു അറേയിൽ എലമെൻറ്റ്സ് റീഡ് ചെയ്തു. അതേപോലെ തന്നെ ഏത് എലമെൻ്റാണോ സെർച്ച് ചെയ്യേണ്ടത് അത് കീ എന്ന ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തു. കിരൺ ദാസിന് എവിടെ ഡൗട്ട്? ഏത് ഡൗട്ട്? ഫസ്റ്റത്തെ ഇതുവരെ ഡൗട്ട് ഉണ്ടോ കിരൺ ദാസിന്? ഈ റീഡ് ചെയ്യണ ഐറ്റം വരെ ഡൗട്ട് ഉണ്ടോ കിരൺ ദാസെ? ഇല്ലല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഏത് എലമെൻ്റാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടത് അത് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുക? ആ കീ എന്നൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക, ഇനിയൊരു ഫോർ ലൂപ്പ് കൊടുക്കണം. ആ എലമെൻ്റ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. ഫോർ ലൂപ്പിൽ കൊടുക്കണം. ഫോർ i is equal to 0, i less than n, i++. ഓക്കെ, ശ്രദ്ധിക്കാം. ഇഫ് a(i)യുടെ വാല്യൂ കീന് ഈക്വൽ ആണെങ്കിൽ ഫ്ലാഗിനെ പിടിച്ചിട്ട് 1 ആക്കി മാറ്റും. ആ എലമെൻ്റ് പ്രസൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 1 സ്റ്റോർ ചെയ്യണം. ആ എലമെൻ്റ് പ്രസൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാഗ് നമ്മൾ 0 അല്ലേ എടുത്തു വെക്കണത്? ഫ്ലാഗ് നമ്മൾ 0 ആണ്.
ഈ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാകുമ്പോൾ സെർച്ച് ചെയ്തിട്ട് ആ എലമെന്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് വെക്കും? ആ ഫ്ലാഗിനെ പിടിച്ചിട്ട് 1 ആക്കി. സെർച്ച് ചെയ്തതിനു ശേഷം സെർച്ച് ചെയ്തിട്ട് ആ എലമെന്റ് ഉണ്ടെങ്കിൽ ഫ്ലാഗിനെ പിടിച്ച് എന്താക്കി വയ്ക്കും? 1 ആക്കി വയ്ക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർ ലൂപ്പ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഫോർ ലൂപ്പ് എന്തിനാണ്? നമ്പേഴ്സ് റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനാണ് ആദ്യത്തെ ഫോർ ലൂപ്പ്. അതിനുശേഷം റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏത് എലമെന്റാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കൊടുക്കുമല്ലോ, ഇൻപുട്ട് കൊടുക്കുമല്ലോ. ഏത് എലമെന്റാണ് സെർച്ച് ചെയ്ത് ചോദിക്കും, ഇൻപുട്ട് കൊടുക്കുമല്ലോ. അതെവിടെ സ്റ്റോർ ചെയ്യുക? കീ എന്നൊരു വേരിയബിളിലാണ് സ്റ്റോർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഞാൻ കീ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ എന്നിട്ട് അടുത്ത ഫോർ ലൂപ്പിൽ ചെക്ക് ചെയ്യണമെന്നറിയോ, ഈ അറയിലുള്ള ഓരോ എലമെന്റ്സും ഇതാണ് ഇപ്പം കീ, ഇതാണ് ഇപ്പം കീ. ഇതിൽ 2 എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട് കീയിൽ. ഈ ആദ്യത്തെ എലമെന്റ് നോക്കും, ഇതിൽ 2 ഉണ്ടോ? ഇല്ല. അടുത്തതിൽ നോക്കും, ഇതിൽ 2 ഉണ്ടോ? ഇല്ല. അടുത്ത അറയിലെ അടുത്ത എലമെന്റ് നോക്കും, അടുത്ത അറയിലെ നോക്കും. അപ്പോൾ ഇതിൽ 2 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫ്ലാഗിനെ പിടിച്ച് എന്താക്കി വെക്കും? 1 ആക്കി വെക്കും. അതായത് കീ എലമെന്റ്, അതായത് നമ്മൾ കൊടുത്ത സെർച്ചിങ്ങിന് കൊടുത്തിട്ടുള്ള എലമെന്റ് ഉണ്ടെങ്കിൽ ഫ്ലാഗിനെ പിടിച്ച് എന്താക്കി മാറ്റുക? 0ൽ നിന്ന് 1 ആക്കി മാറ്റുക. എന്നിട്ട് അവസാനം ഈ പ്രോഗ്രാമിന് അവസാനം സെർച്ച് ചെയ്യണം എന്താണ്? ഫ്ലാഗിന്റെ വാല്യൂ ഇപ്പോഴും 0 ആണെങ്കിൽ എന്തില്ല? എലമെന്റ് ഇല്ല. അതേസമയം ഫ്ലാഗിന്റെ വാല്യൂ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഫ്ലാഗിന്റെ വാല്യൂ 1 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? അവിടെ കീ ഉണ്ട് അല്ലേ? നമ്മൾ സെർച്ച് ചെയ്ത എലമെന്റ് ഉണ്ട് എന്നാണ്. ക്ലിയർ ആണ്? ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഒരിക്കൽ കൂടെ ഞാൻ ലോജിക്ക് പറയാം, ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കൽ കൂടെ പ്രോഗ്രാം എഴുതാം, ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നോക്ക് മക്കളെ. ആദ്യം ഒരു അറേ, അതിൽ 10, 20, 30, 40, 50 ഞാൻ ഒരു അറയിൽ എലമെന്റ്സ് സ്റ്റോർ ചെയ്തു. നിങ്ങളോട് ചോദിക്കുകയാണ് ഏത് എലമെൻ്റാണ് സെർച്ച് ചെയ്യേണ്ടത്? ഏത് എലമെൻ്റാണ് സെർച്ച് ചെയ്യേണ്ടത്? ഏത് എലമെൻ്റാണ് സെർച്ച് ചെയ്ത് അതെവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യണം? കീയിൽ സ്റ്റോർ ചെയ്യണം. ഇപ്പം ഞാൻ പറയാണ് 40 എന്ന എലമെൻറ്റ് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. 40 എന്നുള്ള എലമെൻറ്റ് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ സെർച്ച് ചെയ്യുക? ഫസ്റ്റ് ഇത് അറയുടെ പേര് എ ആണ്. 0, 1, 2, 3, 4. എ ഓഫ് 0 40 ആണോ എന്ന് ചെക്ക് ചെയ്യും. 40 ആണോ? അല്ല, 40 അല്ല. എ ഓഫ് 1 40 ആണോ എന്ന് ചെക്ക് ചെയ്യും. 40 ആണോ? അല്ല. എ ഓഫ് 2 40 ആണോ ചെക്ക് ചെയ്യും. അല്ല. എ ഓഫ് 3 40 ആണോ എന്ന് ചെക്ക് ചെയ്യും. 40 ആണ്. 40 ആണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണ്ടേ? എങ്കിലല്ലേ മനസ്സിലാവുള്ളൂ നമുക്ക്, അതായത് ഈ എലമെന്റ് പ്രസന്റ്. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തിട്ടുള്ളത്. ഈ ഫ്ലാഗ് എന്ന വേരിയബിളിൽ ആദ്യം 0 ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ 40നെ കണ്ടു കഴിഞ്ഞാൽ ഈ ഫ്ലാഗിന്റെ വേരിയബിളിന് എന്താക്കി വെക്കും? 1 ആക്കി വെക്കും. ഇപ്പൊ ലോജിക്ക് ക്ലിയർ ആയോ? ഡാനിയ, അഭിനവേ, ലോജിക്ക് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇല്ലേ? ഓക്കെ, ശരി. ഫ്ലാഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെർച്ച് ചെയ്യണ്ടല്ലോ എന്നുള്ളതാണ്. ഓക്കെ, ബ്രേക്ക് വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല ലോജിക്കാണ് ലെവി പറഞ്ഞത്. ഞാൻ തൽക്കാലത്തേക്ക് ബ്രേക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, ശ്രദ്ധിക്കും. അപ്പോൾ ഈ പ്രോഗ്രാം ഇങ്ങനെ അവസാനം എ ഓഫ് 4 കൂടെ ഇങ്ങനെ 40 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കുക. എന്നിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഈ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ്? എലമെന്റ് പ്രസന്റ് ആണ്. ഇനി ഫ്ലാഗ് നോക്കിയാൽ പോരെ? ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എലമെന്റ് പ്രസന്റ് ആണ്, ഇല്ലെങ്കിലോ എലമെന്റ് പ്രസന്റ് അല്ല. ഓക്കെ സാർ, അപ്പം മോർ ദാൻ 140 ഉണ്ടെങ്കിൽ, ഓക്കെ, മോർ ദാൻ 140 ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എലമെന്റ് ഉണ്ടോ ഇല്ലയെന്ന് മാത്രം ചെക്ക് ചെയ്താൽ പോരെ. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ലെവി പറഞ്ഞ നല്ലൊരു പോയിന്റ് ഞാൻ ഡിസ്കാർഡ് ചെയ്ത് ബ്രേക്ക് ഞാൻ കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ബ്രേക്ക് ലെവി പറഞ്ഞ നല്ല പോയിന്റാണ്. അപ്പോൾ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായും സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ബ്രേക്ക് കൊടുക്കുന്നത് നല്ല തന്നെയാണ്. ഓക്കെ, പക്ഷേ ഞാൻ
ഒരു നമ്പർ എത്ര തവണ ഒക്കറൻസ് ചെയ്തു എന്നുള്ളത് നമുക്ക് അടുത്ത പ്രോഗ്രാമായിട്ട് പഠിക്കാം കേട്ടോ ഡാനിയ. ഇപ്പം 40 എത്ര തവണ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത തവണ നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ ആണോ? പ്രോഗ്രാം ക്ലിയർ ആണോ? ലോജിക്ക് ക്ലിയർ ആണോ? അഭിനവേ കീ 40 കൊടുത്തു. ഇപ്പം 40ൻ്റെ വാല്യൂ ഓരോ എലമെൻറ്റും അറയുടെ ഓരോ എലമെൻറ്റും 40 ആണോ എന്ന് ചെക്ക് ചെയ്യും. 40 ആണെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ പിടിച്ച് മാറ്റും. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ ഇത് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ? ഓക്കെ. സോ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കും. ഇൻറ്റ് a of 100, കോമ ദെൻ ഞാൻ എന്ത് വേണം? ഫോർ ലൂപ്പിന് ഐ എന്നൊരു വേരിയബിൾ വേണം. ലിമിറ്റ് കൊടുക്കാൻ n എന്ന വേരിയബിൾ കൊടുക്കണം. ഏത് എലമെൻ്റാണ് സെർച്ച് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഒരു ഫ്ലാഗ് അങ്ങ് സെറ്റ് ചെയ്യാം. ഫ്ലാഗിന് ഞാൻ എഫ് എന്ന് കൊടുക്കണം കേട്ടോ. ഫ്ലാഗ് ആദ്യം വാല്യൂ 0 ആക്കി കൊടുത്തു. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയി. അടുത്തത് ചോദിക്കുകയാണ് പ്രിൻ്റ് എഫ് എന്താണ്? എൻ്റർ ദ ലിമിറ്റ്. ഓക്കെ, സ്കാൻ എഫ് %d എവിടെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്? നമുക്ക് n എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് വേണം നമുക്ക് അറേ എപ്പോഴും പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിലും റീഡ് ചെയ്യിക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഫോർ ലൂപ്പ് വേണം. സോ ഫോർ i is equal to 0, i less than n, i plus plus. ഫോർ ലൂപ്പിൻ്റെ അവസാനം ഒരിക്കലും സെമി കോളൻ ഇടരുത് കേട്ടോ. ഓക്കെ, ആദ്യം ചോദിക്കുക പ്രിൻ്റ് എഫ് എന്താണ് ചോദിക്കുക? എൻ്റർ ദ നമ്പർ. എൻ്റർ ദ നമ്പർ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു \n കൂടെ ഞാൻ ഫ്രണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം സ്കാൻ എഫ് %d എവിടെ സ്റ്റോർ ചെയ്യേണ്ടത്? a of iയിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. a of iയിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മുടെ അങ്ങനെ ഫോർ ലൂപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്ത് ചോദിക്കണം? റീഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് റീഡ് ചെയ്ത് കഴിഞ്ഞ ശേഷമേ ചോദിക്കാൻ പാടുള്ളൂ കേട്ടോ. ഏത് എലമെൻ്റാണ് സെർച്ച് ചെയ്യേണ്ടത്? പ്രിൻ്റ് എഫ് എന്താ ചോദിക്കേണ്ടത്? എൻ്റർ ദ എലമെൻറ്റ് to be searched. Enter the element to be searched. Scanf എന്താണ്? %d എന്തിനെ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യണം? കീ എന്ന എലമെൻറ്റിലേക്ക്, കീ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. സോ ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ആംബസെൻഡ് ഓക്കെ, ആംബസെൻഡ് ഇവിടെ ആംബസെൻഡ്. ഓക്കെ, വെരി ഗുഡ്. ആംബസെൻഡ് a of i, സ്കാനഫിൽ ആംബസെൻഡ് ഉപയോഗിക്കണം. ആംബസെൻഡ് a of i, ആംബസെൻഡ് കീ. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആയെങ്കിൽ ക്ലിയർ എന്ന് പറയൂ. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ന്യൂ അഡ്മിഷന് ഓൾഡ് ക്ലാസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? അത് നമുക്ക് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാൻ നമ്പർ, ലിങ്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അതെ, കീ സ്റ്റോർ ചെയ്യുന്നത് സെർച്ച് ചെയ്യാനുള്ള എലമെൻ്റാണ്. കറക്റ്റാണ്. അതിലേക്കാണ് അഭിനവ്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, വേറെ ഡൗട്ടൊന്നുമില്ലല്ലോ? എങ്കിൽ ഞാനെടുത്ത് ശ്രദ്ധിക്കുക. അടുത്ത സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോർ ലൂപ്പ് കൊടുക്കാൻ പോകാം. ഫോർ i is equal to 0, i less than n, i plus plus,
അതിനുശേഷം എന്താണ് ഇഫ് കൊടുക്കണം അല്ലേ? എന്താണ് കൊടുക്കേണ്ടത്? എ ഓഫ് ഐയുടെ വാല്യൂ ഈക്വൽ ടു കീ ആണെങ്കിൽ എന്ത് കൊടുക്കുക? ഇപ്പോഴുള്ള ഫ്ലാഗിൻ്റെ വാല്യൂ 0 അല്ലേ? ഫ്ലാഗ് അല്ല കൊടുത്ത് എഫ് എന്നാണ് കൊടുത്തത് അല്ലേ? നമ്മളെ ഫ്ലാഗിന് വരും. ഓക്കെ, എഫിൻ്റെ വാല്യൂ എന്താക്കി വയ്ക്കുക? 1 ആക്കി വയ്ക്കുക. എഫിൻ്റെ വാല്യൂ എന്താക്കി വയ്ക്കുക? 1 ആക്കി വയ്ക്കുക. അപ്പോൾ എലമെൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ, ആ എലമെൻറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് എലമെൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കി മാറ്റും? എഫിൻ്റെ വാല്യൂ 1 ആക്കി മാറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇനി അവസാനം എന്ത് ചെയ്യുക? എഫിൻ്റെ വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. എഫിൻ്റെ വാല്യൂ 1 ആണോ? എഫ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് പ്രസൻ്റ് ആണ്? എലമെൻറ്റ് പ്രസൻ്റ് ആണ്. പ്രിൻ്റ് എഫ് element is present. Printf element is present. അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ചെയ്യുക? അല്ലെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ printf element not present. ഓക്കെ, ഇവിടെ കൊടുത്ത സെക്കൻഡിൽ ഫോർ ലൂപ്പിൻ്റെ പുറത്താണ് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് മനസ്സിലാക്കുക? അതായത് നമ്മളിപ്പോൾ ഈ അറയിലുള്ള ഫുൾ എലമെൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോർ ലൂപ്പ്. അപ്പോൾ ഈ അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഫ്ലാഗിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? 1 ആണോ 0 ആണോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ ഈ അറേ മൊത്തം ചെക്ക് ചെയ്തിട്ടല്ലേ ഫ്ലാഗിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോർ ലൂപ്പിൻ്റെ പുറത്ത് വേണം കൊടുക്കാൻ. ക്ലിയർ ആയോ ഡാനിയ? അവസാനമാണ് നമ്മൾ ഫ്ലാഗിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക. അതുവരെയുള്ള അറേയുടെ എലമെൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അറേയുടെ എലമെൻറ്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് ലൂപ്പ് ഉള്ളത്? ആ ഫോർ ലൂപ്പ് ഉള്ളത്. ഫ്ലാഗിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാനല്ല ഫോർ ലൂപ്പ് ഉള്ളത്. ഓക്കെ, ഫ്ലാഗിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു സിമ്പിൾ ഇഫ് മാത്രം മതി. ഇഫ് എഫിൻ്റെ വാല്യൂ 1 ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ ഡാനിയ? ഓക്കെ, പിന്നെ എന്താണ്? ആദ്യമേ ഇഫ് എഫ് ഈക്വൽ ടു, അതാ പറഞ്ഞത് നമ്മൾ ഫോർ ലൂപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അറേയുടെ എല്ലാ എലമെൻസും നമ്മൾ ചെക്ക് ചെയ്യണം. ഇഫ് ഈ എഫ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ സമയത്ത് ഇതിപ്പോൾ ഉള്ളിൽ കൊടുത്തു എന്താ സംഭവിക്കുന്നറിയോ? ഓരോ തവണയും ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എലമെൻസ് ഉണ്ട്, അല്ലെങ്കിൽ എലമെൻസ് ഇല്ല ഉണ്ട് എന്ന് ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഫോർ ലൂപ്പിലല്ലേ ഉള്ളിൽ കൊടുത്താൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കില്ലേ ഓരോ തവണയും? അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞുതരാം. ഇത് റൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാണ് പുറത്ത് കൊടുത്തെന്നുള്ളത് ആ ഡൗട്ട് ക്ലിയർ ആവും. ഓക്കെ, എൽസ് അകത്തല്ലേ പ്രിന്റ് എഫ്? തീർച്ചയായിട്ടും എൽസിൻ്റെ അകത്താണ്. ഞാൻ ഒരു സെൻറ്റൻസ് ഉള്ളൂ എങ്കിൽ നമുക്ക് ബ്രേസസ് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടു. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഔട്ട്പുട്ട് സ്ക്രീൻ കാണുന്നുണ്ടോ? എൻ്റർ ദ ലിമിറ്റ് പറഞ്ഞേ. നിങ്ങൾ എന്താ ലിമിറ്റ് കൊടുക്കേണ്ടത് പറ. നിങ്ങൾ പറ, എൻ്റർ ദ ലിമിറ്റ് എത്ര കൊടുക്കേണ്ടത് പറഞ്ഞേ. ശരി, ഒരു 6 കൊടുത്തേക്കാം. 6. ഫസ്റ്റ് നമ്പർ പറഞ്ഞോ, ഏത് എലമെൻ്റ് ആണ്? ഓക്കെ, 34. ശരി. സെക്കൻഡ് എലമെൻ്റ് പറഞ്ഞോ. 54, 36, 32, 87, 27. ഓക്കെ, 6 നമ്പർ ആയിട്ടോ. ഏത് എലമെൻ്റാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടത് പറഞ്ഞേ? 27 സെർച്ച് ചെയ്യാം. 27 സെർച്ച് ചെയ്തു. അവിടെ എന്താ വന്ന ഔട്ട്പുട്ട് എന്താ വന്ന് പറ? എലമെന്റ് ഈസ് പ്രസന്റ്.
എലമെന്റ് ഈസ് പ്രസന്റ്. കണ്ടോ, കാണുന്നുണ്ടോ? എലമെന്റ് ഈസ് പ്രസന്റ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റർ ദ ലിമിറ്റ് 6. 1 എലമെന്റ് എൻ്റർ ചെയ്തു, 2 എൻ്റർ ചെയ്തു, 3 4 5 6. ഞാൻ ചോദിക്കുകയാണ് 89 എലമെന്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുകയാണ്. എലമെന്റ് നോട്ട് പ്രസന്റ്. കണ്ടോ? ഓക്കെ, 100 കൊടുക്കുക എന്നാണ്. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. 100 നമ്പർ ഞാൻ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. ഞാൻ അഭിനവേ 100 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 100 നമ്പർ ഞാൻ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കണം അല്ലടാ അഭിനവേ? ആ 100 കൊടുക്കാനാണോ പറഞ്ഞത്? അതാ 100 എലമെന്റ്സ് ലിമിറ്റ് 100 കൊടുക്കാനാണോ പറഞ്ഞത്? സെർച്ച് ചെയ്യാൻ. ഓക്കെ, സെർച്ച് ചെയ്യാൻ ഞാൻ അവൻ്റെ ഇതല്ലേ കൊടുത്ത. ഇതാ 6 1 2 3 4 5 6 ഇതാ 100 കൊടുത്തു. എലമെന്റ് നോട്ട് പ്രസന്റ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി ഡാനിയെ ചോദിച്ച ചോദ്യം. ഓക്കെ, ഇവിടെ നോക്കും. ഞാൻ ഈ ഇഫിനെ പിടിച്ചിട്ട് എവിടെ കൊന്നു? ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യണം. ഞാൻ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പോകണം. ഏറ്റവും കൊടുക്കുന്നത് ഏറ്റവും നോക്കാം എന്താണ് സംഭവിക്കണം എന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചോളാം. എൻ്റർ ദ ലിമിറ്റ് 4 34 27 45 57. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാൻ എലമെന്റ് ടു ബി സെർച്ച്ഡ് ഞാൻ 50 കൊടുക്കാൻ പോകണം. എന്താ സംഭവിക്കണം നോക്കിക്കോളൂ. എലമെന്റ് നോട്ട് പ്രസന്റ്, എലമെന്റ് നോട്ട് പ്രസന്റ്, എലമെന്റ് നോട്ട് പ്രസന്റ്, എലമെന്റ് നോട്ട് പ്രസന്റ്. 4 തവണ എലമെന്റ് നോട്ട് പ്രസന്റ് എന്ന് പ്രിന്റ് ചെയ്തു വന്നു. അപ്പോൾ ഓരോ ഇതിലും ഇൻഡെക്സിലും ചെക്ക് ചെയ്തിട്ട് അപ്പം തന്നെ പ്രിന്റ് ചെയ്യിക്കുകയാണ്. അങ്ങനെ പ്രിന്റ് ചെയ്യിക്കാൻ പാടുമോ ഡാനിയ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പുറത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫോർ ലൂപ്പിൻ്റെ പുറത്താണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓക്കെ, ശരി. പൊസിഷൻ കാണിക്കണം എങ്കിലോ ലവി A(i) ഈക്വൽ ടു നമ്മുടെ ഇതാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഐയുടെ വാല്യൂ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്താൽ പോരെ. കാരണം A(i)ലാണ് എന്ത് കിടക്കുന്നത്? ആ കീയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇപ്പോഴുള്ള ഐയിലെ വാല്യൂ ഏതെങ്കിലും ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്താൽ പോരെ. ഇവിടെ നോക്കാം. എനിക്ക് പൊസിഷൻ വേണം. ഇവിടെ നോക്കുക. പൊസിഷൻ വേണമെങ്കിൽ ഞാനിപ്പോൾ Fലാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. Fൽ വേണ്ട. ഞാൻ ഇവിടെ നോക്കുക. ഞാനിതിന് കമൻ്റ് ആക്കുന്നുണ്ട്. കമൻ്റ് എങ്ങനെ ആക്കുക? ഇത് സ്റ്റാർ. കമൻ്റ് ആക്കാൻ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റാർ ഇടണം, എഴുതണം. ഓക്കെ, ഞാൻ Fന് പകരം ശ്രദ്ധിക്കുക. Fന് പകരം ഞാൻ ഒരു പുതിയൊരു വേരിയബിൾ കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചോ, ഇൻഡെക്സ്. എനിക്ക് ഇൻഡെക്സിലാണ് വേണ്ടത്. ഇപ്പോൾ A(i) ഈക്വൽ ടു കീ ആണെങ്കിൽ ഞാൻ ഇൻഡെക്സിൽ ഐയുടെ വാല്യൂ സ്റ്റോർ ചെയ്യും. ഒരു തവണ കൊടുക്കണ്ട കേട്ടോ, ഒന്നിൽ കൂടുതൽ കൊടുക്കണ്ട. ഓക്കെ, ഇവിടെ നോക്കുക. പൊസിഷൻ ഞാൻ കാണാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, എൻ്റർ ദ ലിമിറ്റ് 5 10 20 30 40 50. ഏത് എലമെൻറ്റാണ് സെർച്ച് ചെയ്യേണ്ടത്? ഇൻഡെക്സ് ഞാൻ പ്രിൻ്റ് ചെയ്യിച്ചില്ല കേട്ടോ. ഇൻഡെക്സ് ഞാൻ പ്രിൻ്റ് ചെയ്യിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രിൻ്റ് ചെയ്യിക്കട്ടെ. നമുക്ക് ഇൻഡെക്സ് പറയണമെന്നല്ലേ പറഞ്ഞത്. ഓക്കെ, സോ പ്രിൻ്റ് ഓഫ് %d എവിടെ കിടക്കണത്? ഇൻഡെക്സിലാണ് അത് കിടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എലമെന്റ് പൊസിഷൻ ഈസ് എന്നൊക്കെ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
എലമെൻറ്റ് പൊസിഷൻ ഈസ് അറ്റ് ഇൻഡെക്സ് പെർസെൻറ്റേജ് ഡി ഇൻഡെക്സ്. ഓക്കെ, നോക്കിക്കോളൂ. 5, 10, 20, 30, 40, 50. എന്താണ്, ഏത് എലമെൻ്റാണ് സെർച്ച് ചെയ്യേണ്ടത്? ലവി പറ, ഏത് എലമെൻ്റാണ് സെർച്ച് ചെയ്യേണ്ടത്? 20 സെർച്ച് ചെയ്യണം. 20 സെർച്ച് ചെയ്താൽ എത്ര പേരുടെ ഉത്തരം ലവി? ഏതാണ് അറേയുടെ എത്രാമത്തെ എലമെൻറ്റ്? 1 എലമെൻറ്റ്. അപ്പോൾ 20 സെർച്ച് ചെയ്തു. എലമെൻറ്റ് ഈസ് സെറ്റ്, എലമെൻറ്റ് പൊസിഷൻ ഈസ് സെറ്റ്, ഇൻഡെക്സ് 1. ക്ലിയർ ആയോ ലവി? ക്ലിയർ ആയോ? ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി ഡാനി അപ്പോൾ ചോദിച്ചു എത്ര തവണ ഒന്നിൽ കൂടുതൽ സാധനം കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ കൊടുത്താൽ എന്ത് സംഭവിക്കും ശ്രദ്ധിക്കും. അതിന് ഞാൻ കൗണ്ടർ സെറ്റ് ചെയ്യണം. കൗണ്ടർ സെറ്റ് ചെയ്യണം. ഫസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കുക, ഫസ്റ്റ് കൗണ്ടറിൻ്റെ വാല്യൂ 0. ഓക്കെ, ദ കൗണ്ടറിൻ്റെ വാല്യൂ 0. ദ എലിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് പെർസെൻറ്റേജ് ഡി ടൈംസ്. അതിൽ എന്തിൻ്റെ വാല്യൂ ഞാൻ സെർച്ച് ചെയ്യണം? സിയുടെ വാല്യൂ കൊടുക്കാൻ പോകും. ഓക്കെ, ശ്രദ്ധിക്കണം ലവി. നമ്മുടെ ഡാനിയ ഡൗട്ടില്ലല്ലോ? ഇവിടെ നോക്കുക, കൗണ്ടർ സെറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഡാനിയ, ഇവിടെ ഇല്ലേ? ആ ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഓക്കെ, ഇവിടെ നോക്കൂ. ലിമിറ്റ് എൻ്റർ ചെയ്യാൻ ചോദിച്ചു. ഞാൻ 6 നമ്പർ എൻ്റർ ചെയ്യാൻ പോകണം. 10, 10, 10, 20, 30, 40. ഡാനിയ ഞാൻ 10 കൊടുക്കാൻ പോകുന്നു. അപ്പോൾ എത്ര ഔട്ട്പുട്ട് വരേണ്ടത്? എത്ര തവണ വേണം? റിപ്പീറ്റ് ചെയ്തു 3 വേണം അല്ലേ? അപ്പോൾ ഞാൻ 10 കൊടുക്കാൻ പോകും. നോക്ക്, ദ എലമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് 3 ടൈംസ്. ദ എലമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് 3 ടൈംസ്. കാണുന്നുണ്ട് ഔട്ട്പുട്ട്? ഓക്കെ, ബ്രേക്ക് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം കാണിക്കണം. ഓക്കെ, ബ്രേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൗണ്ടറിൻ്റെ ആവശ്യമില്ല. ഇവിടെ കൗണ്ടർ നമുക്ക് ആവശ്യമില്ല. എന്താ കൊടുക്കേണ്ടത്? ഇഫ് എലമെൻറ്റ് ഫ്ലാഗിൻ്റെ വാല്യൂ എന്താക്കി മാറ്റണം? 1 ആക്കി മാറ്റും. ഫ്ലാഗ് അല്ലല്ലോ, എഫ് അല്ല കൊടുത്തിവിടെ. എഫിൻ്റെ വാല്യൂ ഞാൻ 1 ആക്കി മാറ്റും. ഓക്കെ, എന്നിട്ട് ഞാൻ ബ്രേക്ക് കൊടുക്കാൻ പോവാണ്. സോ ഇത് നമുക്ക് ആവശ്യമില്ല. സോ ഇത് കമൻ്റ് ആക്കി മാറ്റി ഞാൻ. പിന്നെ ഇതിനെ കമൻ്റ് ആക്കരുത്. ഓക്കെ, സോ അവസാന എലമെൻ്റ് ഉണ്ടോ ഇല്ലേ എന്ന് പറയാം. ഓക്കെ, ശരി, നോക്കൂ. ഇവിടെ നോക്കി, എൻ്റർ ദ ലിമിറ്റ് 6, 10, 20, 30, 40, 50, 10. എലമെൻറ്റ് നോക്കി 10. എലമെൻറ്റ് ഈസ് പ്രസൻറ്റ്. കാണുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് സ്ക്രീനിൽ നമുക്ക് വല്ല വ്യത്യാസം അറിയുന്നുണ്ടോ? ഇല്ല, ഔട്ട്പുട്ട് സ്ക്രീനിൽ നമുക്ക് വ്യത്യാസമൊന്നും അറിയുന്നില്ല. ഓക്കെ, ബ്രേക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഓക്കെ. നമ്മൾ യൂസ് ചെയ്യാത്ത വേരിയബിൾസ് ഇൻഡിൽ കൊടുത്താലും എന്താണ്? നമ്മൾ യൂസ് ചെയ്യാത്ത വേരിയബിൾസ് ഇൻഡിൽ കൊടുത്താലും എന്താണ് എറർ വരാത്തത്? ആക്ച്വലി നമ്മൾക്ക് ഒരു ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന വേരിയബിൾ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യണം. യൂസ് ചെയ്യണോ യൂസ് ചെയ്യണ്ടേ എന്നുള്ളത് ഒരു യൂസറിന് ഇഷ്ടമാണ്. അതേസമയം നമ്മൾ ഡിക്ലെയർ ചെയ്യാത്ത വേരിയബിളാണ് ഉപയോഗിക്കുമ്പോഴാണ് എറർ വരിക. ഇല്ലെങ്കിൽ എറർ വരേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആണോ അല്ലേ? ഡിക്ലെയർ അല്ലേ ചെയ്തിട്ടുള്ളൂ. ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ് യൂസ് ചെയ്യണോ യൂസ് ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പോൾ അത് എറർ വരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ശരി. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ബ്രേക്ക് കൊടുക്കണോ? അൾട്ടിമേറ്റ്ലി
ഒരു പ്രോഗ്രാം സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അൺയൂസ്ഡ് വേരിയബിൾ എറർ വിൽ കം നൗ. ഡിപ്പെൻസ് ഓൺ കമ്പൈലർ ആണ് അതൊക്കെ വെൽവെറ്റ്. അങ്ങനെ എറർ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിലിപ്പോൾ ഇൻഡെക്സ് പറഞ്ഞ സാധനം ഞാൻ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന പോലുമില്ല. ഇൻഡെക്സിൽ എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടോ? എറർ വന്നിട്ടില്ല. ഈ പ്രോഗ്രാം നെയിംസ് സാറ് ചെയ്യാൻ പറ്റുമോ? ഈ പ്രോഗ്രാം നെയിംസ് സാറ് ചെയ്യാൻ പറ്റുമോ? എന്ത് പ്രോഗ്രാം എനിക്ക് മനസ്സിലായില്ല. ഇതാ ഞാനിപ്പോൾ ഒരു വേരിയബിൾ കൊടുക്കുകയാണ്. ഇതാ എൻ്റെ പേരെന്നെ കൊടുക്കുകയാണ്. രാജ്. ഓക്കെ, ഞാനത് റൺ ചെയ്യിക്കാൻ പോകണം. എന്താണ്, വല്ല എറർ വന്നിട്ടുണ്ടോ? എറർ വന്നിട്ടുണ്ടോ? പ്രോഗ്രാമിൽ എറർ പറഞ്ഞ സാധനം എന്താ? ഞാൻ വേരിയബിൾ ഉപയോഗിച്ചിട്ട് പോലുമില്ല. എറർ എന്താ എന്ന് ആദ്യം മനസ്സിലാക്കുക. വാണിംഗ് എന്താ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതൊന്നും എറർ അല്ല കേട്ടോ. ഓക്കെ, ഈ പ്രോഗ്രാം കോഡ് യൂസ് ചെയ്ത് നെയിംസ് ചെയ്യാൻ പറ്റുമോ? പ്രോഗ്രാം കോഡ് യൂസ് ചെയ്ത് നെയിം ചേഞ്ച് ചെയ്യാൻ, നെയിം ചെയ്യാൻ പറ്റുമെന്നോ? എനിക്ക് ഡൗട്ട് ക്ലിയർ ആയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു മിക്കവാറും ഉടായ്പ ഡൗട്ട് വല്ലതും ആയിരിക്കും എന്നുള്ളത്. എന്തായാലും പറ്റില്ല തന്നെ ആയിരിക്കാം കേട്ടോ. ഓക്കെ, നെയിംസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇല്ല മക്കൾ, അങ്ങനെ ഒരിക്കലും പറ്റില്ല കേട്ടോ. നെയിംസ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. നെയിംസ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഉടായ്പ ഡൗട്ടായിരിക്കുന്നു കേട്ടോ. അങ്ങനെ പറ്റില്ല കേട്ടോ. എന്തായാലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ 10 എന്ന് കൊടുത്തിട്ട് 10 എവിടെ സ്റ്റോർ ചെയ്തെന്ന് എങ്ങനെ ഞാൻ മനസ്സിലാക്കുക? ഇല്ല കേട്ടോ. ഓക്കെ, ശരി. സോ നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ലല്ലോ. ക്യാരക്ടർ അറേ വേറെ, ഇത് വേരിയബിൾ ആണ്. ഇതെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഞാൻ നേരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ എസ്സേ ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോണത്. ഷുവർ എസ്സേ ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത്. ബബിൾ സോർട്ട്. ബബിൾ സോർട്ട് ഇപ്പോൾ പഠിച്ചത് എന്താ? ഇത് സെർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ലീനിയർ സെർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇപ്പോൾ പഠിപ്പിച്ച സെർച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവർ എസ്സേ ആണ് ഇപ്പോൾ പോയ പ്രോഗ്രാം. അടുത്ത ഒരു ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത്. ബബിൾ സോർട്ട്. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്യുക. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. വളരെ ഷുവർ എസ്സേ ആണ് മക്കളെ. ഷുവർ എസ്സേ ആണ്. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഓക്കെ. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാൻ ഒരു എലമെൻറ്റ്സ് കൊടുക്കുകയാണ്. 5 3 2 1 4. ഓക്കെ, ബബിൾ സോർട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് തമ്മിൽ കമ്പാരിസൺ നടത്തും. ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ബബിൾ സോർട്ട് എന്താ ചെയ്യുക? അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് തമ്മിൽ കമ്പാരിസൺ നടത്തും. ഓക്കെ, ഞാനിവിടെ ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യുക. അത് നിങ്ങളുടെ യൂസറിന് ഇഷ്ടം. പൊതുവെ എല്ലാവരും സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുക. അതായത് ചെറുത് ഫ്രണ്ടിലായിരിക്കും, വലുത് ബാക്കിലായിരിക്കും. സോ ഞാൻ ശ്രദ്ധിക്കണം നോക്കൂ. 5 3 2 1 4. ആദ്യം 5ഉം 3ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. 5ഉം 3ഉം തമ്മിൽ കമ്പാരിസൺ നടത്തി. 5 3നെക്കാട്ടിലും വലുതാണ്, അപ്പോൾ അത് രണ്ടും തമ്മിൽ സ്വാപ്പ് ചെയ്തു.
അത് രണ്ടും തമ്മിൽ സ്വാപ്പ് ചെയ്തു. അടുത്തത് 5ഉം 2ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. 5ഉം 2ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അത് സ്വാപ്പ് ചെയ്യും. അടുത്തത് ഏതൊക്കെ തമ്മിൽ കമ്പാരിസൺ നടത്തും? 5ഉം 1ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. 5ഉം 1ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. എപ്പോൾ? ഇതിപ്പോൾ 5 എന്ന് പറയുന്നത് വലുതാണ്, അതുകൊണ്ട് സ്വാപ്പ് ചെയ്യും. അടുത്തത് ഏതൊക്കെ തമ്മിൽ കമ്പാരിസൺ നടത്തും? 5ഉം 4ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. 5ഉം 4ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? 3, 2, 1, 4, 5. അപ്പോൾ ഈ അവസാനത്തെ ഇത് ഫിക്സഡായി. അവസാനത്തെ എലമെന്റ് ഫിക്സഡായി 5 ആണ്. അവസാനത്തെ എലമെന്റ് ഫിക്സ് ചെയ്തു, ബബിൾ ചെയ്തു. അവസാനത്തെ എലമെന്റ് ഫിക്സ് ആയി, ബബിൾ ചെയ്തു. അതുകൊണ്ട് ഇതിനെ ബബിൾ സോർട്ട് എന്ന് പേര് വിളിക്കുന്നു. ബബിൾ സോർട്ട് എന്ന് പേര് വിളിക്കുന്നു. ഓക്കെ, ഇത്രയും ചെയ്തത് പാസ് 1. ഇത്രയും ചെയ്തത് പാസ് 1. ഓക്കെ, പാസ് 1 അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 എന്ത് വേണമെങ്കിൽ പറയാം. പാസ് 1 ലീനിയർ ബബിൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രോഗ്രാം ചോദിക്കും, ഫ്ലോ ചാർട്ട് ചോദിക്കും, അൽഗോരിതം ചോദിക്കും. നിർബന്ധമാണ് രണ്ടിൻ്റെയും. ഓക്കെ, ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും തന്നെയില്ല. ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും തന്നെയില്ല. ഓക്കെ, സോ ശ്രദ്ധിക്കും. ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, പാസ് 1 എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 ഒരു പേരിട്ടു എന്നുള്ളൂ കേട്ടോ. അഭിനവ് ഓക്കെ, ഒരു സ്റ്റെപ്പ് പേരിട്ടു എന്നുള്ളൂ. ഇത്രയും ചെയ്ത് സ്റ്റെപ്പ് 1. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 3, 2, 1, 4, 5 ആണ്. ഓക്കെ, അടുത്തത് 3ഉം 2ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. അപ്പോൾ 2 ചെറുതാണ്. അപ്പോൾ 2, 3, 1, 4, 5. അടുത്ത 3ഉം 1ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. 2, 1, 3, 4, 5. അടുത്തത് 3ഉം 4ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. 2, 1 കമ്പാരിസൺ നടത്തിയ മാറ്റേണ്ട കാര്യമുണ്ടോ? മാറ്റേണ്ട കാര്യമില്ല അല്ലേ? ആണോ അല്ലേ? സോ 2, 1, 3, 4, 5. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്ത ഏതൊക്കെ തമ്മിൽ കമ്പാരിസൺ നടത്തും? 4ഉം 5ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. 2, 1, 3, 4, 5. അപ്പോൾ അവസാനത്തെ 2 നമ്പർ ഫിക്സായി. അവസാനത്തെ 2 നമ്പർ ഫിക്സായി. അവസാനത്തെ 2 നമ്പർ ഫിക്സായി. ക്ലിയർ ആയോ? ഇതിനെ പാസ് 2 എന്ന് വിളിക്കും. ഇതിനെ പാസ് 2 എന്ന് വിളിക്കും. ആദ്യത്തെ പാസ് 1 ലാസ്റ്റ് നമ്പർ ഫിക്സായി. അടുത്ത പാസിൽ 2 നമ്പർ ഫിക്സായി. ഓക്കെ, 2 നമ്പർ ഫിക്സായി. അടുത്ത് 2, 1, 3, 4, 5. അത് 2ഉം 1ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. അപ്പോൾ 1, 2, 3, 4, 5. അടുത്ത 2ഉം 3ഉം കമ്പാരിസൺ നടത്തും. അപ്പോൾ 1 മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്ത 3ഉം 4ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. 1, 2, 3, 4, 5 മാറ്റം വരുത്തേണ്ട കാര്യം. അടുത്ത 4ഉം 5ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. ഇനി മാറ്റം വരുത്തേണ്ട കാര്യമൊന്നുമില്ല. അവസാനം അപ്പോൾ 3 നമ്പർ ഫിക്സായി. അവസാനം അപ്പോൾ 3 നമ്പർ ഫിക്സായി കേട്ടോ. അവസാനം നമുക്ക് 3 നമ്പർ ഫിക്സായി. അവസാനം നമുക്ക് 3 നമ്പർ ഫിക്സായി. ഓക്കെ, അപ്പോൾ 3, 4, 5 ഫിക്സായി. ഇത് നമ്പർ എടുക്കുന്ന അനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്പർ എടുക്കുന്ന അനുസരിച്ചിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ പാസ് 3 എന്ന് പറയും. ഇത് പാസ് 3.
അടുത്ത് ശ്രദ്ധിക്കുക. 1 2 3 4 5. 1 2 3 4 5. ഇനി 1ഉം 2ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. മാറ്റമില്ല. 1 2 3 4 5. അത് 2ഉം 3ഉം കമ്പാരിസൺ നടത്തും. മാറ്റം വരുത്തേണ്ട കാര്യമില്ല. 1 2 3 4 5. 3ഉം 4ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. മാറ്റം വരുത്തേണ്ട കാര്യമില്ല. 1 2 3 4. 4ഉം 5ഉം തമ്മിൽ കമ്പാരിസൺ നടത്തും. സോ അത് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. സോ ഇവിടെ 4 നമ്പർ ഫിക്സായി. 4 നമ്പർ ഫിക്സായി. 4 നമ്പർ ഫിക്സായി എന്ന് പറയുമ്പോൾ ഏറ്റവും ഫ്രണ്ട് കിടക്കുന്നത് എന്താണ്? ലോവസ്റ്റ് നമ്പർ തന്നെയാണ്. ലോവസ്റ്റ് നമ്പർ തന്നെയാണ്. ഡാനിയ, അത് ഞാനെടുത്ത നമ്പറിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ. 5 3 2 1 4 പകരം വേറെ വല്ല ഓർഡറിലാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, നെസസറിയാണ്. ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പം എത്ര പാസ് വേണം ചോദിച്ചാൽ n-1 പാസ് വേണം. അതായത് 5-1 4 പാസ് വേണം. അല്ലെങ്കിൽ 4 സ്റ്റെപ്പ് വേണം. മൊത്തം 5 നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എത്ര പാസ് വേണം? 5 പാസ് അല്ലേ? 5 ഉണ്ട്. സോ n-1 4 പാസ്. ഇതാണ് ബബിൾ സോർട്ടിൻ്റെ ലോജിക്. ഇതാണ് ലോജിക്. ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ പറയാം. ലോജിക്ക് ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ പറഞ്ഞു. അനിത്ത് ശ്രദ്ധിക്കേ, ഒന്നുകൂടെ ഞാൻ പറയണമെന്ന് പറഞ്ഞു. ലോജിക്ക് ശരി, ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ നോക്കുക. അനിത്ത് ഒരു നമ്പർ പറ, ഒരു 5 നമ്പർ പറ. ഒന്ന് ഏതെങ്കിലും ഒരു നമ്പർ പറ. അനിത്ത് പറ. ഒരു 4 നമ്പർ പറഞ്ഞാൽ മതി. 4 നമ്പർ പറ, ഏതെങ്കിലും ഒരു നമ്പർ, ഒരു ഓർഡർ. 3 5 6 4. ശരി, 3 5 6 4. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഞാൻ 3ഉം 5ഉം കൂടെ ചെക്ക് ചെയ്തു. മാറ്റം വരുത്തേണ്ട കാര്യമില്ല. 5ഉം 6ഉം ചെക്ക് ചെയ്തു. മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അടുത്ത 6ഉം 4ഉം ചെക്ക് ചെയ്തു. മാറ്റം വരുത്തണം. സോ 3 5 4 6. സോ ലാസ്റ്റ് നമ്പർ ഫിക്സ് ചെയ്തു. ഇത്രയും വരെ പാസ് 1. അടുത്തത് 3 5 4 6. 3ഉം 5ഉം ചെക്ക് ചെയ്തു. മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അടുത്തത് 5ഉം 4ഉം ചെക്ക് ചെയ്തു. മാറ്റം വരുത്തണം. സോ 3 4 5 6. അടുത്ത 5ഉം 6ഉം ചെക്ക് ചെയ്തു. മാറ്റം വരുത്തേണ്ട കാര്യമില്ല. സോ 3 4 5 6. അവസാനത്തെ 2 നമ്പർ ഫിക്സ് ചെയ്തു. അടുത്തത് നോക്കുക. ഓക്കെ, സോ 3 4 5 6. ഇത് രണ്ടും ചെക്ക് ചെയ്തു. മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അടുത്ത് 4ഉം 5ഉം ചെക്ക് ചെയ്തു. മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അടുത്ത് 5ഉം 6ഉം ചെക്ക് ചെയ്തു. മാറ്റം വരുത്തേണ്ട കാര്യമില്ല. സോ അവസാനത്തെ 3 നമ്പർ ഫിക്സ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ അത് പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ എത്ര പാസ്? ഇവിടെ മൊത്തം 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എത്ര പാസ് ചെയ്തു? ഇത് പാസ് 1, ഇത് പാസ് 2, ഇത് പാസ് 3. ഓക്കെ, അപ്പോൾ ഞാൻ പ്രോഗ്രാം എഴുതുന്നത് ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് പറയണത് എത്ര പാസ് ഉണ്ട് എന്നാണ്. സോ ഫോർ i is equal to 0, i less than n-1. എന്തിനാ n-1 കൊടുത്തത് മക്കളെ? എത്ര പാസ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഫോർ ലൂപ്പ് കൊടുക്കേണ്ടത്. ഫോർ i is equal to 0, ഫോർ i less than n-1 അല്ലേ? ആണോ അല്ലേ? എന്തിനാ n-1 കൊടുത്ത്? വെരി ഗുഡ്, പാസിന് വേണ്ടിയിട്ട് n-1 കൊടുത്ത് i++.
ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആയി എല്ലാവർക്കും. ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആയി. ശ്രദ്ധിക്കുക. ഈ ഓരോ പാസിലും എത്ര കമ്പാരിസൺ ഉണ്ട്? ഓരോ പാസിലും എത്ര കമ്പാരിസൺ ഉണ്ട് നമുക്ക് നോക്കാം. ഇത് ഒന്നാമത്തെ കമ്പാരിസൺ നടത്തുന്നു, രണ്ടാമത്തെ കമ്പാരിസൺ നടത്തുന്നു, മൂന്നാമത്തെ കമ്പാരിസൺ നടത്തുന്നു, നാലാമത്തെ കമ്പാരിസൺ നടത്തുന്നു. മൊത്തം എത്ര കമ്പാരിസൺ ഉണ്ട്? പറഞ്ഞേ. 4 കമ്പാരിസൺ ഉണ്ട് അല്ലേ? ആണോ അല്ലേ? 4 കമ്പാരിസൺ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയാലും എല്ലാവർക്കും? ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഫോർ j is equal to 0, j less than n minus 1, j plus plus. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ എഴുതുന്നുണ്ട്. j less than n minus 1, j plus plus ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം അല്ലേ? ആണോ അല്ലേ? ഇവിടെ ലോജിക്ക് എന്താ? സ്വാപ്പ് ചെയ്യണം. എങ്ങനെ സ്വാപ്പ് ചെയ്യുക? ഇഫ് a of jയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ a of j plus 1 ആണെങ്കിൽ എന്ത് ചെയ്യുക? സ്വാപ്പ് ചെയ്യുക. എങ്ങനെ സ്വാപ്പ് ചെയ്യുക? ടെമ്പ് പറഞ്ഞൊരു വേരിയബിളിൽ ഇപ്പോഴത്തെ a of jയുടെ വാല്യൂ സ്റ്റോർ ചെയ്യും അല്ലേ? ആണോ അല്ലേ? എന്നിട്ടോ ഇപ്പം ടെമ്പിൽ എന്ന വേരിയബിളിൽ a of jയിലേക്ക് സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ a of j plus 1 വാല്യൂ a of jയിൽ സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ a of j plus 1 എവിടുത്തെ വാല്യൂ സ്റ്റോർ ചെയ്യും? ടെമ്പിലെ വാല്യൂ സ്റ്റോർ ചെയ്യും. സ്വാപ്പിംഗ് പ്രോഗ്രാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സ്വാപ്പിങ്ങിൻ്റെ പ്രോഗ്രാം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ സ്വാപ്പിങ്ങിൻ്റെ ലോജിക്ക് അവസാനം എഴുതാം. ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയൂ, ഇല്ലെങ്കിൽ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇഫിൽ കൊടുത്ത കണ്ടീഷൻ ഒന്നുകൂടെ പറയണം. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക. ഇപ്പോൾ ഇത് a of 0, a of 1. ഇവിടെ ഞാൻ 20 കൊടുക്കുകയാണ്, ഇവിടെ 10 കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് a of j കേട്ടോ. ജയുടെ വാല്യൂ ഇപ്പോൾ 0 ആണ്. ഇതെന്ന് പറയുന്നത് ജയുടെ വാല്യൂ ഇപ്പോൾ വിടുന്നുണ്ട് അടുത്തടുത്ത്. j plus 1 പറഞ്ഞാൽ 1, ജയുടെ വാല്യൂ a of 1 ആയി കേട്ടോ. ഇപ്പോൾ നോക്ക്, 20-നെക്കാട്ടിലും അല്ലേ 10-നെക്കാട്ടിലും വലുതാണ് 20. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ടെമ്പിൽ ആദ്യം 20 കൊണ്ടുവച്ചു. അതായത് a of jയുടെ വാല്യൂ ടെമ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഈ 10-നെ പിടിച്ച് എവിടെ സ്റ്റോർ ചെയ്തു? ഇവിടെ സ്റ്റോർ ചെയ്തു. ടെമ്പിലെ പിടിച്ചിട്ട് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തു? a of j plus 1 സ്റ്റോർ ചെയ്തു. ക്ലിയർ ആയോ? അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷന് വേണ്ടിയിട്ടാണ് j plus 1 കൊടുത്തത്. ഒന്ന് j ആണെങ്കിൽ അടുത്ത j plus 1. ഓക്കെ, സോ ഫസ്റ്റ് ഫോർ ലൂപ്പ് ഫോർ നമ്പർ ഓഫ് പാസസ്, സെക്കൻഡ് ഫോർ ലൂപ്പ് ട്രാവേഴ്സിങ് ധാര കറക്റ്റാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടുത്ത ഡൗട്ട്. ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക, ഇത് ഐയുടെ വാല്യൂ 0, ഇത് ഐയുടെ വാല്യൂ 1, ഇത് ഐയുടെ വാല്യൂ 2, ഐയുടെ വാല്യൂ 3 അല്ലേ? ആണോ അല്ലേ? 0 1 2 3 0 1 2 3 മൊത്തം 4 പാസ് അല്ലേ? ആണോ അല്ലേ? 0 1 2 3 മൊത്തം 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എത്ര പാസ് വേണം? 4 പാസ് വേണം. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങുക? 0 എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 0 1 2 3 അതാണ് I0. I is equal to 1, I is equal to 2, I is equal to 3. ഇവിടെ നോക്കുക, ഇവിടെ I0 എത്ര പാസ് വേണം? 1 2 3 4 4 കമ്പാരിസൺ നിർബന്ധമാണ്. I is equal to 0 4 കമ്പാരിസൺ നിർബന്ധമാണ്. പക്ഷെ I is equal to 1 ഒരു കമ്പാരിസൺ വേണം, 2 കമ്പാരിസൺ വേണം, 3 കമ്പാരിസൺ വേണം. പക്ഷെ ആക്ച്വലി ഈ കമ്പാരിസൺ ആവശ്യമില്ലല്ലോ മക്കളെ. ഈ കമ്പാരിസൺ ആവശ്യമില്ലല്ലോ. കാരണം അവസാനത്തെ നമ്പർ എന്തായാലും ഹയ്യസ്റ്റ് നമ്പർ അല്ലേ? അവസാനത്തെ നമ്പർ എന്തായാലും ഹയ്യസ്റ്റ് നമ്പറാണ്. അപ്പം ഈ കമ്പാരിസൺ ആവശ്യമുണ്ടോ? ഉണ്ടോ ഇല്ലേ? പറ, ഉണ്ടോ ഇല്ലേ? ഇല്ല. ഓക്കെ,
ക്ലിയർ ആയോ എല്ലാവർക്കും? ഇല്ല. ഓക്കെ, അടുത്ത് നോക്ക്. അടുത്ത പാസിൽ നോക്ക്. ഇത് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഇത് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഓക്കെ, അടുത്തത് ഇത് ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവശ്യമുണ്ടോ? കമ്പാരിസൺ നടത്തേണ്ട കാര്യമുണ്ടോ? കാരണം 4ഉം 5ഉം ആൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. 4ഉം 5ഉം ആൾറെഡി നമ്മൾ കഴിഞ്ഞ പാസിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 3ഉം 4ഉം നമ്മൾ കമ്പാരിസൺ നടത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആവശ്യമില്ലാണ്ട് വെറുതെ അതുകൊണ്ട് ഇത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ പറയണത് j ലെസ് ദാൻ n-1 മൈനസ് ഐ കൂടെ കൊടുക്കുന്നു. മൈനസ് ഐ കൂടെ കൊടുക്കുന്നു. അത് കളയാൻ വേണ്ടിയിട്ടാട്ടോ മൈനസ് ഐ. കാരണം ഇവിടെ ഐയുടെ വാല്യൂ 0 ആണ്. n-1 മൈനസ് ഐ ചെയ്താൽ എന്താ കിട്ടുക? 4 മൈനസ് 0 എത്രയാണ്? 4. കമ്പാരിസൺ വേണം. ഇവിടെ നോക്കുക, ഇവിടെ 4 മൈനസ് ഐയുടെ വാല്യൂ 1 ആണ്. അപ്പം മൊത്തം എത്ര കമ്പാരിസൺ മതി? 3 കമ്പാരിസൺ മതി. ഇവിടെ എത്തുമ്പോൾ ഐയുടെ വാല്യൂ 2 ആണ്. അപ്പം എത്ര കമ്പാരിസൺ മതി? 4 മൈനസ് 2 കമ്പാരിസൺ മതി. ക്ലിയർ അല്ലേ? എന്തിനാണ് ഞാനിവിടെ ഐ കൊടുത്തതെന്ന് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഐ കൊടുത്തത് ക്ലിയർ ആയോ? വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം ആട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമാണ്. ഐയുടെ വാല്യൂ 0 അല്ലേ സാർ? ഓരോ തവണ ഐയുടെ വാല്യൂ കൂട്ടില്ലേ മക്കളെ? അതിനല്ലേ ഫസ്റ്റ് ഫോർ ലൂപ്പ് അഭിനവേ. ഐയുടെ വാല്യൂ ഓരോ ലൂപ്പ് കഴിയുമ്പോഴും ഓരോ പാസ് കഴിയുമ്പോൾ ഐയുടെ വാല്യൂ കൂട്ടുണ്ടല്ലോ. ഐയുടെ വാല്യൂ ഓരോ പാസ് കഴിയുമ്പോഴും വാല്യൂ കൂട്ടുന്നില്ലേ ഐയുടെ വാല്യൂ? ഓക്കെ, മൈനസ് ഐ ഇട്ടില്ലെങ്കിലും കോഡ് കറക്റ്റ് അല്ലേ? മൈനസ് ഐ ഇട്ടില്ലെങ്കിലും കോഡ് കറക്റ്റ് ആണ്. പക്ഷേ വെറുതെ കാൽക്കുലേഷൻ കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൽക്കാലം മൈനസ് ഐ കൊടുത്തത്. ഇങ്ങനെ തന്നെ കൊടുക്കണം പ്രോഗ്രാമിന് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ തന്നെ എഴുതുള്ളൂ, എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ തന്നെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഏതാണ് ഞാൻ അനിത്തെ പറയേണ്ടത്? ഏതാ പറയേണ്ടത്? സ്വാപ്പിംഗ് അല്ലല്ലോ. ഇവിടെ നോക്കുക, ഫസ്റ്റിൽ എത്ര കമ്പാരിസൺ വേണം? 1 2 3 4 കമ്പാരിസൺ വേണം. ഓക്കെ, രണ്ടാമത്തേൽ 1 2 3. അവസാനം 4ഉം 5ഉം പിന്നെ കമ്പാരിസൺ നടത്തേണ്ട കാര്യമില്ല. ലാസ്റ്റ് നമ്പർ ആൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ബബിൾ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവിടെ നമുക്ക് ആ കമ്പാരിസൺ ആവശ്യമില്ല. ആ കമ്പാരിസൺ കളയണം. അത് എത്ര കമ്പാരിസൺ മതി? ഇവിടെ 3 കമ്പാരിസൺ മതി. അതായത് n-1 ഐയുടെ വാല്യൂ കൂടെ കുറയ്ക്കുക. അതുകൊണ്ടാണ് n-1 മൈനസ് ഐ എന്ന് ഇട്ടത്. അനിത്ത് ക്ലിയർ ആയോ? ഓക്കെ, അതെ. ബ്രേക്കിൻ്റെ കാര്യം ചുമ്മാ ചെക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ചുമ്മാ ചെക്ക് ചെയ്യണം. ബ്രേക്കിൻ്റെ കാര്യം അതെന്തിനാണ് ഞാൻ ബ്രേക്ക് ഇടാണ്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ഒക്കറൻസസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൗണ്ടർ വെച്ചിട്ട് പോകണമല്ലോ. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ലോജിക്ക് മാത്രം, സിമ്പിളായിട്ട് ഒരു സെൻറ്റൻസ് മാത്രം മാറ്റിയാൽ മതി. അല്ലെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പറ്റും. ഇപ്പം ലവിക്ക് മനസ്സിലായ പോലെ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ബ്രേക്ക് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയത്. നമ്പർ ഓഫ് ഒക്കറൻസസും ചോദിക്കാൻ സാധ്യതയുണ്ട്, എലമെന്റ് ഉണ്ടോ ഇല്ലയെന്നും ചോദിക്കാനും സാധ്യതയുണ്ട്. ക്ലിയർ ആണ് ലവി? തീർച്ചയായിട്ടും അവിടെ ചുമ്മാ ചെക്ക് ചെയ്യണം. ഓക്കെ, ഡൗട്ട് ലവി ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഞാൻ അപ്പോഴേ ബ്രേക്ക് ഇടാണ്ട് ചെയ്യാൻ കാരണം എന്ന് മനസ്സിലായോ? ഓക്കെ സാർ, പാസ് n-1 മൈനസ് ഐ അല്ല, പാസ് അല്ല, പാസ് n-1 ആണ്. ഇതിവിടെ കമ്പാരിസൺ നടത്തുന്നതിനെയാണ് ഞാൻ n-1 മൈനസ് ഐ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എത്ര കമ്പാരിസൺ നടത്തണം അതിനാണ് ഞാനിവിടെ n-1 മൈനസ് ഐ കൊടുത്തത്. അഭിനവേ ക്ലിയർ അല്ലേ? പാസ് വന്നിട്ട് 1 മൈനസ് ഐ അല്ല, n-1. 5 എലമെന്റ് ഉണ്ടെങ്കിൽ 4 പാസ് വേണം. ക്ലിയർ ആയോ? അതല്ല, ഇവിടെ നിർബന്ധമായിട്ട് മൈനസ് ഐ ഇടണം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ, നിർബന്ധമായിട്ടും ഇടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ സ്കീമിൽ n-1 മൈനസ് ഐ ഉണ്ടെങ്കിലാണ് മാർക്ക് കൊടുക്കാൻ പറ്റുക.
ആൻസർ സ്കീമിൽ n-1 - i എന്ന് പ്രത്യേകം കാണാറുണ്ട്. ആൻസർ സ്കീമിലെ പോലെ ആൾക്കാർ മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ചിലപ്പോൾ ചിന്തിച്ചു എന്ന് വരില്ല, n-1 ഇട്ടാലും കറക്റ്റ് ആണെന്ന് ചിന്തിച്ചു എന്ന് വരില്ല. പല ടീച്ചേഴ്സും നമ്മൾ ആൻസർ സ്കീം എന്താണോ പറയണത് അത് വെച്ചിട്ട് മാത്രമേ മാർക്ക് ഇടാറുള്ളൂ. അതുകൊണ്ട് n-1 - i നിർബന്ധമായിട്ടും കൊടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ n-1 ഇട്ടാലും കറക്റ്റ് ആണ്. പക്ഷെ ടീച്ചർമാർ നോക്കുമ്പോൾ ആൻസർ സ്കീമിൽ ഇതല്ലല്ലോ പറഞ്ഞത്, ഇപ്പം മാർക്ക് 2 മാർക്കോ 3 മാർക്കോ ചിലപ്പോൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ക്ലിയർ ആയോ എല്ലാവർക്കും? ലവി ക്ലിയർ ആയോ? ഓക്കെ, എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ n-1 ഇട്ടാലും കറക്റ്റ് ആണ്. പക്ഷേ അവസാനം എക്സാം എഴുതിയിട്ട് പക്ഷെ മാർക്കില്ല എന്ന് പറയരുത്. ആൻസർ സ്കീമിൽ ഇങ്ങനെ തന്നെ വരിക. ഓക്കെ, നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടന്നാലോ? ഫുൾ കോഡ് നമുക്ക് എഴുതാം. ഫുൾ കോഡ് എഴുതാം. ഫുൾ കോഡ് നമ്മൾ എഴുതാൻ പോവാണ്. ഫുൾ കോഡ് നമ്മൾ ഇതപ്പോൾ എഴുതാൻ പോവാണ്. ബബിൾ സോർട്ടിന്റെ പ്രോഗ്രാം 7 മാർക്കിന്റെ ചോദ്യം അല്ലെങ്കിൽ 10 മാർക്കിന്റെ ചോദ്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബബിൾ സോർട്ട് നമ്മൾ ലീനിയർ സെർച്ച് ഇപ്പോൾ പഠിച്ചു കേട്ടോ. സെർച്ച് ചെയ്യാനിപ്പോൾ പഠിച്ചു. ബ്രേക്ക് കൊടുക്കാണ്ട് പഠിച്ചു കേട്ടോ. ബ്രേക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലീനിയർ സെർച്ച് പഠിച്ചു. ബബിൾ സോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ പോകണം. ഓക്കെ സാർ, ശരി നമ്മൾ നോക്കാം. ശ്രദ്ധിച്ചോ, ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോകണം. ഇൻറ്റ് a(100). ഓക്കെ, ദെൻ ഫോർ ലൂപ്പിന് i വേണം, j വേണം, ലിമിറ്റ് കൊടുക്കാൻ n വേണം. ഓക്കെ, വേറെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദിക്കുകയാണ് പ്രിന്റ് എഫ് എന്താണ്? എൻ്റർ ദ ലിമിറ്റ്. എൻ്റർ ദ ലിമിറ്റ്. സ്കാൻഎഫ് %d %n. ഓക്കെ, അടുത്ത ഫോർ ലൂപ്പ് വേണം. ഫോർ i = 0, i less than n, i++. മക്കളെ ഇവിടെ റീഡ് ചെയ്യണം, അതുകൊണ്ട് i less than n കേട്ടോ. i less than n-1 കൊടുക്കരുത് ഇവിടെ. scanf %d %a(i). ഓരോ തവണ വേണമെങ്കിൽ നമുക്ക് ഇതുകൂടെ കൊടുക്കാം. പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞിട്ടും കൂടെ കൊടുക്കാം. ഓക്കെ, സോ ഇതുവരെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അറേയുടെ എലമെന്റ്സ് റീഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനിയാണ് പ്രധാനപ്പെട്ട ലോജിക്ക് വരാൻ പോകണം. ഫോർ i = 0, i less than n-1. n-1 എന്തിനാണ്? പാസ് അല്ലേ? ആണോ അല്ലേ? n-1 i++. ഫോർ j = 0, j less than n-1 - i, j++. ഇവിടെയാണ് നമ്മൾ സ്വാപ്പിങ്ങിന്റെ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. ഇഫ് a of j greater than a of j +1 ആണെങ്കിൽ, എന്ത് ചെയ്യുക? സ്വാപ്പ് ചെയ്യുന്ന പ്രോഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ടെമ്പിലേക്ക്
ഇപ്പോഴത്തെ എ ഓഫ് ജെയുടെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം എ ഓഫ് ജെയിലേക്ക് എ ഓഫ് ജെ പ്ലസ് വണ്ണിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എ ഓഫ് ജെ പ്ലസ് വണ്ണിൽ എവിടുത്തെ വാല്യൂ സ്റ്റോർ ചെയ്യണം? പറ. എവിടുത്തെ വാല്യൂ സ്റ്റോർ ചെയ്യണം? ടെമ്പിലെ വാല്യൂ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ശരി. ഇനി ഞാൻ അറേയുടെ വാല്യൂസ് ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക. ഓക്കെ. ടെമ്പ് ഡിക്ലെയർ ചെയ്തില്ല. വെരി ഗുഡ്. ടെമ്പ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. വെരി ഗുഡ്. ടെമ്പ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. വെരി ഗുഡ്. ഓക്കെ. എ ഓഫ് ഐ യൂസ് ചെയ്യാമോ? ഞാൻ സെക്കൻഡ് ലൂപ്പിലല്ലേ, അപ്പോൾ എ ഓഫ് ജെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിലാണെങ്കിൽ സെക്കൻഡ് ലൂപ്പിലാണ് ഞാൻ കമ്പാരിസൺ നടത്തുന്നത്, അതുകൊണ്ട് ജെ. പക്ഷെ അവസാനം ഞാൻ പ്രിൻ്റ് ചെയ്യിക്കുന്നത് ഐയിലാണ്, അതുകൊണ്ട് എ ഓഫ് ഐ കേട്ടോ. സാർ ഇൻറ്റൻഷൻ മാറിപ്പോയി. എന്തായി? ഏതാണ്? ഏതാ മക്കളെ ഉദ്ദേശിക്കുന്നത്? വെൽവെറ്റ്. ഇൻറ്റൻഷൻ മാറിപ്പോയി, മനസ്സിലായില്ല. ഫോർ ലൂപ്പ് മൗണ്ട് സ്പേസ്. ഫോർ ലൂപ്പിന് മുമ്പ് സ്പേസ്. ജെ യു പി ഇത് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ റൺ ചെയ്ത് നോക്കട്ടെ. എന്താ ക്ലിയർ ആയില്ല, എനിക്ക് കമൻറ്റ് എന്താണെന്നുള്ളത്. എററൊന്നുമില്ല. ലിമിറ്റ് പറഞ്ഞോ. കമൻറ്റ് ഒരു 5 കൊടുക്കാം അല്ലേ? ശരി, 5. ഓക്കെ. മൈനസും പ്ലസും ഒക്കെ പറയാം കേട്ടോ. മൈനസും പ്ലസും ഒക്കെ ഞാൻ -20 കൊടുക്കണം ആദ്യം. -56, ഞാൻ 50, ഒരു 45, ലാസ്റ്റ് നമ്പർ -11. ശരി, -11. ഓക്കെ, മൊത്തം 5 ആയല്ലോ അല്ലേ? ഏത് നമ്പറാണ് അപ്പോൾ ആദ്യം വരേണ്ടത്? അസെൻഡിങ് ഓർഡർ അല്ലേ? അപ്പോൾ ഏത് നമ്പറാണ് ആദ്യം വരേണ്ടത്? 50 ആണോ? -56 ആണോ? -56 നോക്കട്ടെ, വരുന്നുണ്ടോ? അത് നോക്കൂ. കറക്റ്റാണോ? ഔട്ട്പുട്ട് നോക്കൂ. ഔട്ട്പുട്ട് കറക്റ്റ് ആണോ? ഓക്കെ. ബബിൾ സോർട്ട് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഷുവർ എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 2 ഞാൻ പഠിപ്പിച്ചത്, സെർച്ചിങ്ങും ബബിൾ സോർട്ടും. കോഡ് കാണിക്കാമല്ലോ. കാണുന്നുണ്ടോ?
അവസാനം ഞാൻ പ്രിൻ്റ് ചെയ്യിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഇഫിൽ എഴുതിയിരിക്കുന്നത് എഴുതി കാണാം ഒന്നുകൂടെ. ഇഫിൽ എന്താണ് നമ്മൾ എഴുതിയെന്നോ? ഓക്കെ, ഞാൻ ഇതാണ് ഇഫിൻ്റെ ഉള്ളിൽ എഴുതിയത്. എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് 1 ആണെങ്കിൽ ഇപ്പോഴുള്ള എ ഓഫ് ജെയുടെ വാല്യൂ ടെമ്പിൽ വെച്ചു. അതേപോലെ തന്നെ എ ഓഫ് ജെ പ്ലസ് 1ൻ്റെ വാല്യൂ എ ഓഫ് ജെയിൽ വെച്ചു, ടെമ്പിൽ വേണമെന്നത്. ഓക്കെ, തീർച്ചയായിട്ടും 14 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ബബിൾ സോർട്ടും ലീനിയർ സെർച്ചും എന്തായാലും ചോദിച്ചിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. ഓക്കെ, ചിലപ്പോൾ 14 മാർക്കായിരിക്കും, ചിലപ്പോൾ 7 മാർക്കായിരിക്കും കേട്ടോ, ചിലപ്പോൾ 10 4 ആയിരിക്കും, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇനി ഇതിൻ്റെ ഫ്ലോ ചാർട്ടും അൽഗോരിതം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പ്രോഗ്രാം നന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അൽഗോരിതം എഴുതാൻ പറ്റും. അത് വേറെ കാര്യം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പവിത്ര ക്ലിയർ അല്ലേ? ഡാനിയ? ഓക്കെ, ലോജിക്കാണ് അൽഗോരിതം. കറക്റ്റാണ്, ലോജിക്ക് തന്നെയാണ് അൽഗോരിതം. ഓക്കെ, ആൽഫബറ്റ്സ് എങ്ങനെയാണ് സോർട്ട് ചെയ്യുക ഞാൻ പറയാം. സ്ട്രിങ്സ് പഠിക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ. സ്ട്രിങ്സ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, സോ ശ്രദ്ധിക്കുക എല്ലാവരും. ഞാൻ ബബിൾ സോർട്ടിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരു മിനിറ്റ്. ഓക്കെ, കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ബബിൾ സോർട്ട് ആൾസോ റെഫേർഡ് ടു ആസ് സിമ്പിൾ കമ്പാരിസൺ സോർട്ട്. ഓക്കെ, റിയൽ ലൈഫിൽ ഹൈറ്റ്, ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. ഹൈറ്റ് വൈസിൽ നമ്മൾ പൊസിഷൻ മാറ്റണം, ആൾക്കാരെ പിള്ളേരൊക്കെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പറഞ്ഞു. സോ ബബിൾ സോർട്ട് യൂസ് മൾട്ടിപ്പിൾ പാസസ്. ഞാൻ പാസ് 1 പാസ് 2 എന്നൊക്കെ പറഞ്ഞില്ലേ, സ്കാൻ ചെയ്യാന്നുള്ള അർത്ഥം. ഓക്കെ, ഓരോ പാസിലും ബബിൾ സോർട്ട് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റൻ്റ് എലമെൻറ്റ്സുമായിട്ട് കമ്പാരിസൺ നടത്തണം. അങ്ങനെയാണെങ്കിൽ റോങ് ഓർഡർ ആണെങ്കിൽ അതെന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യും. റോങ് ഓർഡർ ആണെങ്കിൽ എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് അങ്ങനെ ലാർജസ്റ്റ് എലമെൻറ്റോ അല്ലെങ്കിൽ സ്മോളസ്റ്റ് എലമെൻറ്റോ ആ പൊസിഷനിലേക്ക് മാറ്റും. ഇതാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട്, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഇതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഏതൊക്കെ തമ്മിൽ കമ്പാരിസൺ നടത്തും? ഇതും തമ്മിൽ കമ്പാരിസൺ നടത്തും കേട്ടോ. അല്ലേ? ആണോ അല്ലേ? എ ഓഫ് 0 എ ഓഫ് 1 തമ്മിൽ കമ്പാരിസൺ നടത്തും. അതാണ് ആദ്യം ഇവിടെ പറഞ്ഞത്. എ ഓഫ് 0 കമ്പാരിസൺ നടത്തി. 14 ഗ്രേറ്റർ ദാൻ 33 ആണോ നോക്കി. അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അത് രണ്ടും തമ്മിൽ സ്വാപ്പ് ചെയ്യും. ഓക്കെ, കേട്ടോ? വലുതാണെങ്കിൽ മാത്രമേ സ്വാപ്പ് ചെയ്യുള്ളൂ അല്ലേ? ഓക്കെ, സോറി, വലുതാണെങ്കിൽ മാത്രമേ സ്വാപ്പ് ചെയ്യുള്ളൂ. വലുതല്ലേ, ഇത് അസെൻഡിങ് ഓർഡർ ആണല്ലോ അല്ലേ? അസെൻഡിങ് ഓർഡർ ആയ കാരണം വലുതാണെങ്കിൽ മാത്രമേ നമ്മൾ സ്വാപ്പ് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ ഫാൾസ് ആണ്, അപ്പോൾ സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അതേപോലെ അടുത്ത ഏതൊക്കെ തമ്മിൽ കമ്പാരിസൺ നടത്തും? 33 27 തമ്മിൽ കമ്പാരിസൺ നടത്തും. 33 ഗ്രേറ്റർ ദാൻ 27 ആണോ? അതെ. എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? കമ്പാരിസൺ നടത്തും. സോ മാറ്റി കേട്ടോ, സ്വാപ്പ് ചെയ്തു കണ്ടോ. ടെമ്പിലേക്ക് വെച്ചു, 33നെ പിടിച്ച് ടെമ്പിലേക്ക് വെച്ചു ഫസ്റ്റ്. ഇനി അടുത്ത് ചെയ്യും 27നെ പിടിച്ച് 33ലേക്ക് വെക്കും. 27നെ പിടിച്ചിട്ട് നേരെ എന്ത് ചെയ്യണം? 27നെ പിടിച്ച് 33 വെച്ചു. അടുത്ത് 33 പോയിട്ട് എവിടെ കൊണ്ടുവയ്ക്കും? നേരെ അവിടെ വയ്ക്കും. അതാണ് 33 പോയിട്ട് നേരെ ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഡയഗ്രാമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, ഇതേപോലെ ഓരോന്ന് ചെക്ക് ചെയ്യണം. ഓരോന്ന് അത്രയും പാസ് ചെക്ക് ചെയ്യണം.
അങ്ങനെ ഒരു പാസ് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ മക്കളെ? ഈ PPT കാണാം നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾക്ക് തരുന്ന PDF ഈ കമ്പാരിസൺ നടത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പിക്ചർ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ? ബബിൾ സോർട്ട് ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, സെറ്റായെന്ന് വിചാരിക്കണു. ബബിൾ സോർട്ട് എല്ലാവർക്കും ഒരുപാട് ഉണ്ട് കേട്ടോ. ഒരുപാട് പേജസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഈ ലോജിക്ക് പറന്നു പോയാൽ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്ത നമ്മൾ പഠിക്കാൻ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ്. 1 ഡൈമെൻഷണൽ അറേ കഴിഞ്ഞു കേട്ടോ. 1 ഡൈമെൻഷണൽ അറേ കഴിഞ്ഞു. 1 ഡൈമെൻഷണൽ അറേ കഴിഞ്ഞു. ഇനി നമ്മൾ 2 ഡൈമെൻഷണൽ അറേയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. 2 ഡൈമെൻഷണൽ അറേയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. 1 ഡൈമെൻഷണൽ അറേയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 1 ഡൈമെൻഷണൽ പാലിൻഡ്രോം ഉണ്ടോ? പാലിൻഡ്രോം ഒന്നും ഇതിലില്ല കേട്ടോ. അത് ക്യാരക്ടർ ഇതിലാണ്, സ്ട്രിങ്ങിലാണ് വരിക കേട്ടോ. പാലിൻഡ്രോം സ്ട്രിങ്ങിലാണ് മക്കളെ പാലിൻഡ്രോം വരുന്നത് കേട്ടോ. ഓക്കെ, പാലിൻഡ്രോം പ്രോഗ്രാം എന്തായാലും ഉണ്ട്, പക്ഷെ സ്ട്രിങ്ങിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ല അഭിനവേ? സ്ട്രിങ്ങിലാണ് പാലിൻഡ്രോം ചോദിക്കാറ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് 2 ഡൈമെൻഷണൽ അറേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നാളത്തോടെ 2 ഡൈമെൻഷണൽ അറേ, നാളെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സോടെ 2 ഡൈമെൻഷണൽ അറേ കംപ്ലീറ്റ് ആവണം. അതിനുശേഷം നമ്മൾ സ്ട്രിങ്, ലാസ്റ്റ് ടോപ്പിക്ക് സ്ട്രിങ്, അതോടെ കഴിഞ്ഞാൽ നമ്മുടെ 3rd മൊഡ്യൂൾ കഴിഞ്ഞു കേട്ടോ. സോ 2 ഡൈമെൻഷണൽ അറേ നിങ്ങൾക്കറിയാലോ, റോവും കാണും. ഇതൊക്കെ എന്താ? റോ അല്ലേ? ഇതൊക്കെ റോ ആണ്. ഇതൊക്കെ എന്താ? കോളമാണ്. അപ്പോൾ റോവും ഉണ്ട്, കോളവും ഉണ്ട്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്താ പറയുക? 2 ഡൈമെൻഷണൽ അറേ എന്ന് പറയാം, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അല്ലെങ്കിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 1 ഡൈമെൻഷണൽ അറേ ഓഫ് സെയിം സൈസ് ആൻഡ് സെയിം ഡാറ്റ ടൈപ്പ്. അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? 2 ഡൈമെൻഷണൽ അറേ എന്ന് വേറൊരു ഡെഫിനിഷൻ രൂപത്തിൽ പറയാൻ പറ്റും. ഓക്കെ, ശരി. ഡിക്ലറേഷൻ ഇവിടെ എന്തൊക്കെയുണ്ട്? പണ്ട് നമ്മൾ അറേ നെയിമും സൈസും മാത്രം കൊടുത്താൽ മതി. ഇവിടുന്ന് റോ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം, കോളം സെപ്പറേറ്റ്. എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ടെന്ന് കൊടുക്കണം. ഡാറ്റ ടൈപ്പ് എന്താ വെച്ചാൽ അത് കൊടുക്കണം. സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇൻറ്റ് A of 20, 50 എന്ന് പറഞ്ഞാൽ 20 റോ ഉണ്ട്. അതേപോലെ തന്നെ ഒരു റോയിൽ എത്ര കോളം കാണും? 15 കോളം കാണും. അപ്പോൾ ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റോ ആണ്, സെക്കൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോളമാണ്. ഓക്കെ, ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റോ ആണ്, സെക്കൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോളമാണ്. ഓക്കെ, സോ ആക്സസ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഓരോ വാല്യൂസ് കൊടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും 0, 2, 3 വരും. 1, 1, 5 കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് ശ്രദ്ധിക്കുക, റോ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 0, കോളം നമ്പർ ഈസ് ആൾസോ സ്റ്റാർട്ടിങ് ഫ്രം 0. 0 തന്നെ വേണം കേട്ടോ. റോ അറേയുടെ എപ്പോഴും നമുക്ക് റോ ആയിക്കോട്ടെ കോളം ആയിക്കോട്ടെ എപ്പോഴും ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ് കേട്ടോ. സോ ഫസ്റ്റ് എലമെൻറ്റ് ഏതാ വെച്ച് കഴിഞ്ഞാൽ 0, 0 ആണ്. അടുത്ത എലമെൻറ്റ് വെച്ചാൽ 0, 1 ആണ്. അടുത്ത എലമെൻറ്റ് 0, 2 ആണ്. അടുത്ത് 1, 0, 1, 1, 1, 2, 2, 0, 2, 1, 2, 2. ആ പൊസിഷൻ ക്ലിയർ ആയിരിക്കണം എല്ലാവർക്കും കേട്ടോ. ആ പൊസിഷൻ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കണം. സോ പഴയ പോലെ തന്നെ നമ്മൾ 1 ഡൈമെൻഷണൽ അറേ പോലെ തന്നെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ കറക്റ്റ് റോ ഫില്ല് ചെയ്യും. ഫസ്റ്റ് റോ ഫില്ല് ചെയ്തിട്ട് സെക്കൻഡ് റോ ഫില്ല് ചെയ്യുള്ളൂ, എന്നിട്ട് തേർഡ് റോ ഫില്ല് ചെയ്യും. ഇങ്ങനെ നമ്മൾ വെറുതെ ബ്രേസസിലാണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് റോയിലുള്ള എല്ലാം ഫില്ല് ചെയ്യും, എന്നിട്ട് സെക്കൻഡ് റോയിലുള്ളത് ഫില്ല് ചെയ്യും, എന്നിട്ട് തേർഡ് റോയിലുള്ളത് ഫില്ല് ചെയ്യും. ഇങ്ങനെ റോ വൈസ് ആയിട്ടാണ് നമ്മളിങ്ങനെ ചുമ്മാ ബ്രേസസിൽ വാല്യൂസ് മാത്രം കൊടുക്കുകയാണെങ്കിൽ റോ വൈസ് ആയിട്ടാണ് ഫില്ലാവുക.
റോ വൈസ് ആയിട്ടാണ് ഫില്ലാവുക കേട്ടോ. അങ്ങനെ കോമയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ റോ വൈസ് ആയിട്ടാണ് ഫില്ലാവുക. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ അവിടെ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അടുത്ത് പറയാൻ പോണം. റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇവിടെ നെസ്റ്റഡ് ഫോർ ലൂപ്പ് ആണ് ഉപയോഗിക്കാൻ കേട്ടോ. 2 ഡയമെൻഷനിലാണെങ്കിൽ 2 ഫോർ ലൂപ്പ് വേണം. ഫോർ i is equal to 0, i less than rows ആണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം ഫോർ j is equal to 0, j less than columns ആണ് അത് കൊടുക്കേണ്ടത് കേട്ടോ. കോളംസ് റോസ്. എന്നിട്ട് വേണം നമ്മൾ സ്കാൻഎഫ് കൊടുക്കാൻ. കേട്ടോ. പക്ഷെ സ്കാൻഎഫ് കൊടുക്കുമ്പോൾ നോക്ക്, പണ്ട് നമ്മൾ 1 മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ 2 എണ്ണം കൊടുക്കണം. a of i മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ എന്ത് കൊടുക്കണം? a of ij കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടന്നാലോ. നമുക്ക് ചെറിയൊരു മെട്രിക്സ് അങ്ങ് പ്രിന്റ് ചെയ്യിച്ചാലോ. റീഡ് ചെയ്യിക്കുക, പ്രിന്റ് ചെയ്യിക്കുക. ഫസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ റീഡ് എങ്ങനെ ചെയ്യുക, പ്രിന്റ് എങ്ങനെ ചെയ്യുക എന്ന് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ പൊന്നു മക്കളെ, റീഡ് ചെയ്യിച്ചാലോ, നമുക്ക് പ്രോഗ്രാം എഴുതിയാലോ. മെട്രിക്സ് ഒരു 2 ഡയമെൻഷൻ. സ്കാൻഎഫ് കൊടുത്തത് ഞാൻ പ്രോഗ്രാമിലൂടെ പറഞ്ഞുതരാം കേട്ടോ. അഭിനവേ, കുഴപ്പമില്ലല്ലോ. ഒരു പ്രോഗ്രാമിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാനൊരു 2 ഡയമെൻഷണൽ മെട്രിക്സ് ഞാൻ റീഡ് ചെയ്യും, പ്രിന്റ് ചെയ്യും. ഇൻറ്റ് a of 10 ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 2 ഡയമെൻഷൻ അറേയുടെ ഡിക്ലറേഷൻ കഴിഞ്ഞു. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, റോയുടെ സൈസ്, കോളത്തിൻ്റെ സൈസ്. ഓക്കെ, i വേണം, j വേണം, എത്ര റോ വേണമെന്ന് ലിമിറ്റ് നമ്മൾ കൊടുക്കില്ലേ, ലിമിറ്റ്. അപ്പോൾ റോ എത്രയാണെന്ന് അറിയണം, കോളം എത്രയെന്ന് അറിയണം. റോന് ഞാൻ m എന്ന് കൊടുക്കുക, കോളത്തിന് ഞാൻ n എന്ന് കൊടുക്കുകയാണ് കേട്ടോ. റോന് n എന്ന് കൊടുക്കുകയാണ്, കോളത്തിന് n കൊടുക്കുക. സൈസ് ഓഫ് റോ ആൻഡ് കോളം ഈക്വൽ ആക്കി കൊടുക്കണം. വേണ്ട, ഈക്വൽ ആക്കി കൊടുക്കണ്ട. ഈക്വൽ ഒന്നും ആക്കി കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. മെട്രിക്സ് അല്ലേ, സ്ക്വയർ മെട്രിക്സ് ആവണം നിർബന്ധമൊന്നുമില്ല. ഫസ്റ്റ് ചോദിക്കേണ്ടത് പ്രിന്റ് എഫ് എൻ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ്. റോസും കോളംസും ചോദിച്ചു. റോസ് എത്ര വേണം, കോളം എത്ര വേണം. സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി ഫസ്റ്റിൽ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുക, എമ്മിൽ സ്റ്റോർ ചെയ്യുക. സെക്കൻഡ് വന്നിട്ട് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുക, എന്നിൽ സ്റ്റോർ ചെയ്യുക. കഴിയും. അപ്പോൾ നമ്പർ ഓഫ് റോസ് സ്റ്റോർ ചെയ്തു, നമ്പർ ഓഫ് കോളംസ് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് റീഡ് ചെയ്യാൻ പോവാണ്. ഫോർ i is equal to 0, i less than m, റോസാ കൊടുക്കണ്ട. സോ m i plus plus. ഫോർ j equal to 0, j less than n. സെക്കൻഡ് എന്താണ്, കോളത്തിൻ്റെ സൈസാണ് കൊടുക്കേണ്ടത്. സ്കാൻഎഫ് എന്താണ്, പെർസെൻറ്റേജ് ഡി എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് മക്കളെ, a of i jയിൽ സ്റ്റോർ ചെയ്യണം. ആംബസെൻ്റ് കൊടുക്കാൻ വിട്ടുപോയി, ഇപ്പം ആംബസെൻ്റ് എഴുതണം. റീഡ് ചെയ്ത് കഴിഞ്ഞു.
മെട്രിക്സ് റീഡ് ചെയ്ത് കഴിഞ്ഞു. മക്കളെ ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ലവി ഇല്ലേ? ലവി, അഭിനവ്, വെൽവെറ്റ്. വെൽവെറ്റ് പറഞ്ഞു. വേറെ ഡാനിയ. നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നില്ല, അപ്പം ഞാൻ റീഡ് ചെയ്യിക്കുന്നുള്ളൂ കേട്ടോ ഡാനിയ. അതുകൊണ്ട് പ്രിന്റ് ഓഫ് ആവശ്യമില്ല. ഓക്കെ, ശരി. ഞാൻ എങ്ങനെ പ്രിന്റ് ചെയ്യിക്കാൻ പോകുന്നു എന്നുള്ളത് നോക്കുക, ശ്രദ്ധിക്കുക. പ്രിന്റ് ചെയ്യിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക. കഴിഞ്ഞു. പ്രിന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞു. പ്രിന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞു. ഓക്കെ, അതിന് തൊട്ട് മുമ്പ് ഞാൻ പറയുകയാണ്, ഭംഗി കൊടുക്കാൻ പോകണമെന്ന് നോക്കണം കേട്ടോ. ഭംഗിയൊക്കെ എങ്ങനെ വരുത്താൻ പോകണമെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ പ്രോഗ്രാം റൺ ചെയ്യിക്കുകയാണ്. ഞാനിപ്പോൾ 2 റോ വേണം, 2 കോളം വേണം. എലമെൻറ്റ് കൊടുക്കണം. നോക്കൂ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ എലമെൻറ്റ് കൊടുക്കണം എന്ന് പറയണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ പ്രിൻ്റ് ഓഫ് എലമെൻറ്റ് കൊടുക്കും. ഓക്കെ, 2 റോ വേണം, 2 കോളം വേണം. നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. 3, 4, 5, 6. 3, 4, 5, 6 എന്ന് വന്നു അല്ലേ? ആണോ അല്ലേ? നമുക്കൊരു മെട്രിക്സ് രൂപത്തിൽ വേണം. അപ്പോൾ മെട്രിക്സ് രൂപത്തിൽ വേണമെങ്കിൽ ശ്രദ്ധിക്കുക. ഇത് റോ കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ലൈന് വരണം. അടുത്ത ലൈൻ എങ്ങനെയാണ് വരിക? \n കൊടുക്കണം. ഒരു റോ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അടുത്ത ലൈന് വരണം. ശ്രദ്ധിക്കുക. ഇനി നോക്കൂ, 2, 2, 3, 4, 5, 6. 3, 4, 5, 6 അല്ലേ? ആണോ അല്ലേ? ഇനി 3 കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ? 4 പ്രിന്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, \tab. ഓക്കെ, എടുത്തു. ശ്രദ്ധിച്ച് നോക്കൂ, 2, 2. നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. 3, 4, 5, 6. നോക്കൂ, മെട്രിക്സ് എത്രയാണ്? 3, 4. അടുത്തത് 5, 6. ഓക്കെ, ജെ പറഞ്ഞ കോളമാണ് ഡാനിയ. കറക്റ്റാണ്. സെപ്പറേറ്റ് ആക്കി റൺ ചെയ്യണോ? സെപ്പറേറ്റ് ആക്കി റൺ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം തന്നെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ അത്രയും നല്ലത് കേട്ടോ. ജെ കോളം അല്ലേ? അതെ, കോളമാണ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ. പ്രോഗ്രാമിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. എന്തുകൊണ്ടാണ് \n കൊടുത്തത് മനസ്സിലായില്ലേ? കാരണം നെക്സ്റ്റ് ഒരു റോ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് \n കൊടുത്തത്. \t എന്തിനാണ് കൊടുത്തത്? ഓരോ എലമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ട് അടുത്ത എലമെൻറ്റ് എനിക്ക് പ്രിന്റ് ചെയ്യണം. 3, 5, 4 തമ്മിൽ സ്പേസ് വേണമെങ്കിലോ? അത് കൊടുത്തിട്ടുണ്ടല്ലോ, ടാബ് സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ. ടാബ് സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ വെൽവെറ്റ്. 3, 5 ഏത്? 2, 2, 3, 4, 5, 6. ഇനി 3 കഴിഞ്ഞിട്ട് സ്പേസ് വേണമെന്ന് പറയണം. ഒരു സ്പേസ് എനിക്ക് വേണം. ശരി, അതൊന്നുമില്ല. നീ ഒരു 4-5 തവണ \n കൊടുത്താൽ മതി കേട്ടോ. പോരെ? നീ കുറേ തവണ എന്ത് ചെയ്താൽ മതി?
ബാക്ക് / കൊടുത്താൽ മതി. ഒന്നിൽ കുറഞ്ഞ അറിയാണ്ട് ബാക്ക് / വായി പോയി കേട്ടോ. ശരി. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. റിവേഴ്സ് ചെയ്ത് കാണിക്കാൻ, എന്താണ് റിവേഴ്സ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്താണ് റിവേഴ്സ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. റോവിനെ കോളാക്കുക, കോളത്തിനെ റോ ആക്കുകയാണോ ഉദ്ദേശിക്കുന്നത്? അതിന് പ്രോഗ്രാം വരുന്നുണ്ട് അഭിനവേ കേട്ടോ. നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുക അതിന് കേട്ടോ. നമ്മൾ അടുത്ത പ്രോഗ്രാം അതാണ് പഠിക്കാൻ പോകണം. അടുത്ത പ്രോഗ്രാം കണ്ടോ, അടുത്ത പ്രോഗ്രാമിൻ്റെ ഹെഡ്ലൈൻ കണ്ടോ. അടുത്ത പ്രോഗ്രാം നമ്മൾ ട്രാൻസ്പോസാണ് പഠിക്കാൻ പോകണം. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല? ഓക്കെ. സോ ഇന്ന് നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചു കേട്ടോ. ലീനിയർ സെർച്ച് പഠിച്ചു, ബബിൾ സോർട്ട് പഠിച്ചു, 2 ഡയമെൻഷണൽ അറേ എങ്ങനെ റീഡ് ചെയ്യുക പ്രിൻ്റ് ചെയ്യുക എന്ന് പഠിച്ചു. ഇതുവരെയുള്ള സാധനം ഒന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് വരിക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷനാവും. ഓക്കെ, ഇന്ന് ഫുള്ള് കൺഫ്യൂഷനായി. സ്ട്രിങ് കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക സാർ. സ്ട്രിങ് എത്തിയിട്ടില്ല മക്കളെ. സ്ട്രിങ് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. സ്ട്രിങ്ങൊക്കെ അടിപൊളി PPT ഉണ്ട്. സ്ട്രിങ് പേടിക്കുക, നിങ്ങൾ സ്ട്രിങ് ഒന്നും എത്തിയിട്ടില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പം അടുത്തൊന്നുമില്ല. ഞാൻ ഇപ്പോൾ അടുത്ത മാസം എക്സാം സ്റ്റാർട്ട് ചെയ്യല്ലേ കുട്ടികൾക്ക്. അപ്പോൾ ഒരുപാട് തീർക്കാനുണ്ട് സബ്ജക്റ്റുകൾ. കോളേജിലും തീർക്കാനുണ്ട് സിലബസ്, നിങ്ങൾക്കും തീർക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇല്ല വിഷയമില്ല കേട്ടോ. സ്ട്രിങ്ങൊക്കെ ഓക്കെ, ഇതൊക്കെയാണ് മിക്കപ്പോഴും ചോദിക്കുന്നത്. ബബിൾ സോർട്ടൊക്കെ പൊതുവേ 6 മാർക്കിന്, സബ്ട്രാക്ട് 2 മെട്രിസസ്, പിന്നെ അതേപോലെ തന്നെ ഡയഗണൽ മെട്രിക്സ് ആണോ, ബബിൾ സോർട്ട് ഓപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട്, ട്രാൻസ്പോസ് ചോദിക്കുന്നുണ്ട്, ലീനിയർ സെർച്ചിങ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. PPT ഇന്ന് എടുത്തത് വരെ ഇടും. ബാക്കിയുള്ളത് സ്ട്രിങ് കണ്ടോ. സ്ട്രിങ്ങൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. സ്ട്രിങ്ങിൻ്റെ ഓരോരോ പ്രോഗ്രാം നമ്മൾ ചെയ്യും. ഓക്കെ, സ്ട്രിങ്ങൊക്കെ നമുക്ക് കുറച്ച് വലിയ ലെങ്തി ക്ലാസ്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതുവരെ ഫ്ലോ ചാർട്ടും അൽഗോരിതം ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇടുള്ളൂ കേട്ടോ ലവി. ഫ്ലോ ചാർട്ട് അൽഗോരിതം ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷനാവും. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസറും PPTയിൽ ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്യും ലാസ്റ്റ്. ആൻസർ നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ് കേട്ടോ. തിയറി പാടെല്ലാം ആ PPTയിലുണ്ട്. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യണേ. തീർച്ചയായിട്ടും വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ
റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് പറയാമോ? ആദ്യം സിലബസ് തീർക്കട്ടെ. സിലബസ് തീർത്തിട്ട് നമുക്ക് റിവിഷനിലേക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ശരിടാ മക്കളെ.